ഫുട്ബോൾ ലോകത്തെ ഏറ്റവും കൗതുകകരമായ ഒരു ചരിത്ര നിയോഗത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഫുട്ബോൾ ലോകം ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഈ മത്സരം കളിക്കളത്തിലെ പോരാട്ടം മാത്രമല്ല, രണ്ട് പരിശീലകർ തമ്മിലുള്ള വൈകാരികമായ കൂടിക്കാഴ്ച കൂടിയാണ്. അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണി സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് തന്റെ യുവേഫ പ്രോ കോച്ചിംഗ് ലൈസൻസ് പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന മെന്ററായി പ്രവർത്തിച്ചത് ഇന്നത്തെ സ്പെയിൻ പരിശീലകൻ ലൂയിസ് ഡി ലാഫ്യൂന്റെ ആയിരുന്നു. സ്കലോണിയുടെ പരിശീലന ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ലൂയിസ് ഡി ലാഫ്യൂന്റെ. വർഷങ്ങൾക്ക് മുൻപ് തന്റെ കീഴിൽ പഠിച്ച വിദ്യാർത്ഥി ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളായി മാറി തനിക്കെതിരെ തന്നെ തന്ത്രങ്ങൾ മെനയാൻ വരുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഒരു കാഴ്ചയാണ്. ഗുരുവും ശിഷ്യനും നേർക്കുനേർ വരുന്ന ഈ മത്സരം ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് വലിയ ആവേശമാണ് സമ്മാനിക്കുന്നത്. ലോക ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഈ സ്വപ്ന ഫൈനൽ വെറുമൊരു പോരാട്ടമല്ല, മറിച്ച് ഫുട്ബോൾ തന്ത്രങ്ങളുടെ വലിയൊരു മാറ്റുരയ്ക്കൽ കൂടിയാണിത്. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിൽ മാസങ്ങൾക്ക് മുൻപ് നടക്കാതെ പോയ ഫൈനൽ സീമ പോരാട്ടത്തിന് പകരമായിട്ടാണ് ഫുട്ബോൾ ലോകം വിശ്വമാമാങ്കത്തിന്റെ ഫൈനലിനെ കാത്തിരിക്കുന്നത്. തങ്ങളുടെ രാജ്യങ്ങൾക്ക് ഇതിനകം തന്നെ സമാനതകളില്ലാത്ത കിരീട നേട്ടങ്ങൾ സമ്മാനിക്കാൻ ഈ രണ്ട് പരിശീലകർക്കും സാധിച്ചിട്ടുണ്ട്. സ്കലോണിയുടെ കീഴിൽ അർജന്റീന ലോകകപ്പ് ഉൾപ്പെടെയുള്ള വമ്പൻ നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ തന്റേതായ വ്യക്തമായ തന്ത്രങ്ങളിലൂടെ ഡിലാഫ്യൂന്റെ സ്പെയിനിനെ യൂറോപ്പിലെ രാജാക്കന്മാരാക്കി മാറ്റി. രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ വിജയകിരീടം ചൂടാനും തങ്ങളുടെ തിളക്കമാർന്ന നേട്ടങ്ങളിലേക്ക് ഒരു സുവർണ അധ്യായം കൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അനുഭവ സമ്പത്തുള്ള ഗുരുനാഥന്റെ തന്ത്രങ്ങൾ വിജയിക്കുമോ, അതോ ഫുട്ബോൾ ലോകം കീഴടക്കിയ ശിഷ്യന്റെ ബുദ്ധിശക്തി മുന്നിലെത്തുമോ എന്നതാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്.